Next topic is thought or thinking. Actually, thought is an active process. It is a highly subjective matter for an individual. Internal manipulations of external world is called thought. In simple way, it can be defined the internal manipulations of external world. Actually, this concept was tried to explain by various researchers, but afterwards, on the basis of various definitions, we can getting a conclusion that is it is no doubt the internal manipulations of external world. Everyone has a thought stream. Every individuals have thoughts. Without thinking, even if any of the seconds cannot go, നമുക്ക് ചിന്തകളില്ലാത്ത ഒരു നിമിഷം പോലും ചിന്തകളില്ല. Thoughts, there are various types of thoughts. But before going to that, thinking is a mental activity with regard to psychological objects. Our ability to manipulate the external objects, that is called the thinking, because there is no need for the presence of actual objects in thinking. ഒരു ആക്ച്വൽ ഒബ്ജക്റ്റിൻ്റെ പ്രസൻസ് പോലും വേണമെന്നില്ല തിങ്കിങ് എന്ന് പറയുന്നത് നമുക്ക് തോട്ട് പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തോട്ട് സ്ട്രീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനും അതിൽ വ്യാപരിക്കാനും നമുക്ക് കഴിയും. സോ തിങ്കിങ് ഈസ് എ മെൻ്റൽ ആക്ടിവിറ്റി വിത്ത് റിഗാർഡ് ടു സൈക്കോളജിക്കൽ ഒബ്ജക്ട്സ്. Another characteristics of thought is that internal representation of external events. It is the internal representations of external events. It is the internal representations, and it is highly subjective one. It always directed to achieve some purpose. Yes. Another characteristics is it is goal oriented. It has certain purposes. തിങ്കിങ്ങിന് ചില പർപ്പസ് ഉണ്ട്. നമ്മൾ ഒരു കാര്യമില്ലാതെ ചിന്തിക്കാറില്ല. വെറുതെ പിന്നെ നമ്മൾ പറയുന്നതാണ് വെറുതെ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുക അല്ലേ. സിംപ്ലി വി ഹാവ് എ ടെൻഡൻസി ടു തിങ്ക് വിത്ത് സർട്ടൈൻ മാറ്റേഴ്സ് ദാറ്റ് മേ ബി ഇൻട്രസ്റ്റഡ് ഓർ നോട്ട് ബി ഇൻട്രസ്റ്റഡ്. ചിലപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവ് ആസ്പെക്ട്സ് ആയിരിക്കാം അല്ലേ. സം ഓഫ് us may be thought some more in positive aspects of any type of objects, events or persons. വ്യക്തികളെ പറ്റിയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങളെ പറ്റിയാകാം നമ്മൾ വളരെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുന്നുണ്ടാകാം. ലൈക്ക് വൈസ് ഇൻ ദി കേസ് ഓഫ് നെഗറ്റീവ് ആസ്പെക്ട്സ്. അതുപോലെ തന്നെ ചിലപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഒരാവശ്യവുമില്ലാതെ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അങ്ങോട്ട് ഓവറായിട്ട് ചിന്തിച്ചു കൂട്ടിയേക്കാം. അപ്പോൾ ഇതൊക്കെ ഒരു നോർമലായിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു നോർമൽ പേഴ്സണെ സംബന്ധിച്ച്, നോർമൽ ഇൻഡിവിജ്വലിനെ ബേസ് ചെയ്തിട്ട് ഇറ്റ് ഈസ് എ വെരി കോമൺ ഫിനോമിന. തോട്ട് ഈസ് എ വെരി കോമൺ ഫിനോമിന. ആക്ച്വലി the behavior stemming from thoughts, each and every behavior stemming from thoughts, ചിന്തകളിൽ നിന്നാണ് പ്രവൃത്തികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണല്ലേ നമ്മൾ ബിഹേവിയറിനെ പറ്റി പഠിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ഇനീഷ്യൽ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു സൈക്കോളജിയുടെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ബിഹേവിയേഴ്സ് എന്ന് പറയുന്നത് ബിഹേവിയർ സ്റ്റെമ്മിങ് ഫ്രം വിത്തിൻ ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണ് പെരുമാറ്റം രൂപപ്പെട്ടു വരുന്നത്. വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണ് പെരുമാറ്റം രൂപപ്പെടുന്നത്. അങ്ങനെ പെരുമാറ്റം രൂപപ്പെട്ടു വരുമ്പോൾ ആ പെരുമാറ്റത്തെ നമ്മൾ ആ പെരുമാറ്റം സ്റ്റെമ്മപ്പ് ചെയ്യുന്നത് ബിഗിനിങ് എന്ന് പറയുന്നത് ചിന്തയിൽ നിന്നാണ്, നമ്മുടെ വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചിന്തയ്ക്ക് അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ചില പർപ്പസ് ഉണ്ട്. ഒന്നുകിൽ എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു സംഭവമാകാം, അതായത് ഏതെങ്കിലും ഒരു ഇവൻ്റ് ആകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാകാം. ആ ജനറേറ്റ് ചെയ്ത് അതിൻ്റെ എൻഡിലെത്തുന്നത് വരെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പർപ്പസ് ഫുൾഫിൽ ചെയ്യുന്നത് വരെ ചിന്ത തുടർന്നുകൊണ്ടേയിരിക്കും. ദെൻ മറ്റൊരു അനദർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തോട്ട് ഈസ് it has a shifting tendency. It always shift very rapidly from one concept to another one. ചിന്തയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ചിന്തയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ് വൺ. തോട്ട് ചേഞ്ച്ഡ് വെരി റാപ്പിഡ്ലി ഫ്രം one object to another one. It is shift from one aspect to
അനദർ ആസ്പെക്റ്റ്, ഒരു ആസ്പെക്റ്റിൽ നിന്നും മറ്റൊരു ആസ്പെക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് മൂവ് ചെയ്യുന്നതിനുള്ള, വളരെ സ്പീഡായിട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്, അതൊക്കെ ഓൾ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് തോട്ട്സ്. The next one is the types of thinking. That is, there are various types of thinking. There are various types of thinking, various methods of thoughts. The first one is the perceptual or concrete thinking. It is very common type of thinking, very simplest form of thinking. That means whenever we perceive an object, we think about it. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പെർസീവ് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ നമ്മളുടെ തോട്ട് എന്ന് പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്, ചിന്തകളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്, ആ കണ്ട ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ്. അവർ പേഴ്സണൽ എക്സ്പീരിയൻസ്, തിങ്കിങ് റിഗാർഡിങ് അവർ പേഴ്സണൽ എക്സ്പീരിയൻസസ്, നമ്മളുടെ പേഴ്സണൽ എക്സ്പീരിയൻസുമായി ബന്ധപ്പെട്ടാണ് ആ ചിന്തകൾ കിടക്കുന്നത്. സോ വി ആർ തിങ്കിങ് അബൌട്ട് സച്ച് ആസ്പെക്ട്സ് ഓഫ് ഒബ്ജക്ട്സ്, സച്ച് ആസ്പെക്ട്സ് ഓഫ് ദ ഈവൻറ്റ്, അവർ എക്സ്പീരിയൻസസ്, നമ്മളുടെ എക്സ്പീരിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ചിന്തകളെയാണ് കോൺക്രീറ്റ് തിങ്കിങ് ഓർ പെർസെപ്ച്വൽ തിങ്കിങ് എന്ന് വിളിക്കുന്നത്. കോൺക്രീറ്റ് തിങ്കിങ്, there is a concrete object is there, a concrete object is there and we think about that particular object. That is the concrete thinking or that is the perceptual thinking. The next one is the conceptual or abstract thinking. Conceptual thinking or abstract thinking, it is another type of thinking. We have a tendency to think other than the perceived objects. പെർസീവ് ചെയ്യുന്നില്ലാത്ത ഒബ്ജക്റ്റുകളെ പറ്റി അല്ലെങ്കിൽ ഈവൻസിനെ പറ്റി ഒക്കെ നമുക്ക് ചിന്തിക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ട്. ദറ്റ് ഈസ് ദ കോൺസെപ്ച്വൽ തിങ്കിങ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് തിങ്കിങ് വി തിങ്ക് അബൌട്ട് ദ കോൺസെപ്റ്റ്സ്. കോൺസെപ്റ്റ്സ് ആർ ദ ജനറലൈസ്ഡ് ഐഡിയ റിഗാർഡിങ് സംതിങ്. എന്തിനെപ്പറ്റിയെങ്കിലുമുള്ള നമ്മുടെ ജനറലൈസ്ഡ് ഐഡിയയാണ് നമ്മൾ കോൺസെപ്റ്റ്സ് എന്ന് വിളിക്കുന്നത്. All these concepts are responsible for thinking. That means we have a tendency to think with the concepts, thinking regarding the concepts. കോൺസെപ്റ്റുകളെ പറ്റി ചിന്തിച്ചു പോകും. ഇപ്പോൾ കോൺസെപ്റ്റ് the best example for concept is God. Each one of us have an idea about the God. ഗോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനോട് നമുക്ക് വളരെയധികം എളുപ്പമുള്ള ഒന്നാണ്. അത് നമുക്ക് നന്നായിട്ട് അറിയാം ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതിനെപ്പറ്റി, അല്ലേ? അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ആയിട്ടുള്ള ഒന്നിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോൺസെപ്റ്റുകളെന്ന് വിളിക്കുന്നത്. അത് കോൺസെപ്റ്റാണ്. ഗോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് പറയുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യും. വി ഹാവ് എൻ എക്സ്പീരിയൻസ് regarding the God. That is some common characteristics. The God has certain common characteristics. ചില കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലേ? ഇത് നമുക്ക് പറയാം, ദൈവം സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട്, തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട്, ഇല്ലേ? the entire world controlled by the God. എല്ലാ ആസ്പെക്റ്റുകളും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന നിയതാവായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് ഈ ഒരു പ്രപഞ്ചശക്തിയെ നമ്മൾ പല പേരുകളിൽ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദ കോൺസെപ്റ്റ് ഈസ് സിമിലർ എമംഗ് ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ കോൺസെപ്റ്റ്. അപ്പോൾ ഈ ഗോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഗോഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ ആ ഗോഡിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ഗോഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആളുകളുടെ മനസ്സിൽ വരുന്നത് സിമിലർ ആയിട്ടുള്ള ആശയങ്ങളാണ് അവരുടെ മനസ്സിൽ എമർജ് ചെയ്യുന്നത്. Then there is no such perceptual aspects in conceptual thinking. കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് കോൺസെപ്ച്വൽ തിങ്കിങ്ങിൽ ഒരു എക്സ്പീരിയൻസ് വേണമെന്നില്ല. ചിലപ്പോൾ അതിനകത്തൊരു പെർസെപ്ഷൻ നടക്കണമെന്നില്ല. കോൺക്രീറ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാകണമെന്നില്ല. പകരം നമ്മളുടെ എൻറ്റയർ മാറ്റേഴ്സ് എന്തിനെ പറ്റിയാണ്, ഈ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കുറേയൊക്കെ എന്തായിരിക്കും, കേട്ടറിവായിരിക്കാം, കുറേയൊക്കെ നമ്മുടെ ഇമാജിനേഷൻസ് ആയിരിക്കാം, കുറേയൊക്കെ ഫാൻറ്റസീസ് ആയിരിക്കാം. അതുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് കോൺസെപ്ച്വൽ തിങ്കിങ്ങിൻ്റെ പ്രത്യേകത. ദാറ്റ് ഈസ് അബ്സ്ട്രാക്റ്റ് തിങ്കിങ്. ഇൻ സിമ്പിൾ വേ, വെജിറ്റബിൾസ് നമ്മൾ പറയുകയാണ്. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒത്തിരിയേറെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യും. വെജിറ്റബിൾസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അത് ഫ്രൂട്ട്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ വ്യക്തമായിട്ട് കുറേ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മുടെ മനസ്സിലേക്ക് വരും. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ
അതുപോലെ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വരും. ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ നാച്ചുറൽ കോൺസെപ്റ്റ് അല്ലേ, നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് വരും, നേച്ചറുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ്സ്. ദെൻ ഇതുപോലെ കോൺസെപ്റ്റ്സ് എന്ന് പറയാം, ഇതുപോലെയുള്ള കോൺസെപ്റ്റുകളെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതാണ് കോൺസെപ്ച്വൽ തിങ്കിങ് ഓർ അബ്സ്ട്രാക്റ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പെർസെപ്ച്വൽ തിങ്കിങ് ആൻഡ് കോൺസെപ്ച്വൽ തിങ്കിങ് ഈസ് ദാറ്റ് in perceptual thinking there will be a clear cut concrete object, but in conceptual thinking there is no such objects. We thinking about the concepts. നമ്മൾ കോൺസെപ്റ്റുകളെ പറ്റിയാണ് ചിന്തിക്കുന്നത്. അവിടെ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടൊരു ഒബ്ജക്റ്റ് അവിടെ പ്രസൻസ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് നോട്ട് ദെയർ ഇൻ കോൺസെപ്ച്വൽ തിങ്കിങ്. The next type of thinking is creative thinking. That is creative thinking. It is a form of thinking to create something new. That means for the creation of something new we are going to think about it. നമ്മൾ എന്തെങ്കിലും പുതിയതൊന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മളുടെ ഉദ്ദേശം. നമ്മളത് ആ പർപ്പസിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഒരു പർപ്പസ്ഫുൾ ബിഹേവിയറാണ് തിങ്കിങ് എന്ന് പറയുന്നത്. ആ പർപ്പസ് എന്ന് പറയുന്നത് എന്തെങ്കിലും പുതിയതൊന്ന് കണ്ടുപിടിക്കണമെന്നാണ് നമ്മളുടെ പർപ്പസ് എങ്കിൽ, അതാണ് നമ്മളുടെ പർപ്പസ് എങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കും അല്ലേ. അത്തരം ചിന്തകളുണ്ട്. എന്തെങ്കിലും പുതിയതൊന്ന് കണ്ടെത്താനായിട്ട്, എന്തെങ്കിലും ഒന്നിനെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട്, എസ്പെഷ്യലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ, ഒരാശയത്തെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമ്മൾ ചിന്തിക്കും. അത്തരം ദാറ്റ് ടൈപ്പ് ഓഫ് തിങ്കിങ് ഈസ് കോൾഡ് ക്രിയേറ്റീവ് തിങ്കിങ്. Then at this time we are searching for finding new combinations of ideas or the possibilities of new combinations of existing solutions. നിലനിൽക്കുന്ന സൊല്യൂഷൻസിനെ കമ്പൈൻ ചെയ്യിപ്പിച്ച് പുതിയതൊന്ന് കണ്ടെത്താനായിട്ടുള്ള നമ്മളുടെ പരിശ്രമം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിലവിലുള്ള പലതരത്തിലുള്ള സൊല്യൂഷൻസിനെ കമ്പൈൻ ചെയ്യിപ്പിച്ച് പുതിയതൊന്ന് ജനറേറ്റ് ചെയ്ത പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള നമ്മളുടെ ആശയങ്ങളൊക്കെ വരുന്നത്, ഇങ്ങനെയുള്ള ചിന്തകളെല്ലാം വരുന്നത് നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിലാണ്. Now the COVID-19 or the corona virus is a major problem. Nowadays it is a major problem. Actually ക്രിയേറ്റീവ് തിങ്കിങ് നടന്നുകൊണ്ടിരിക്കുക. ലോകമൊന്നാകെ ഇതിനെ എങ്ങനെ തടയിടാം, ഇതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കാം എന്നുള്ളതിനെപ്പറ്റി ചിന്തകൾ നടക്കുന്നു, ആലോചനകൾ നടക്കുന്നു. ചിന്തകളും ആലോചനകളും മാത്രമല്ല, മെഡിക്കൽ റിസർച്ച് വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഇതിൻ്റെ പ്രതിവിധികൾ, വാക്സിൻസ് അല്ലേ, കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്ന വാക്സിൻ നമ്മൾ കൊണ്ടുവരുന്നു. അതിനെ നമ്മൾ വാക്സിൻ എന്ത് ചെയ്യുകയാണ്, കണ്ടുപിടിക്കുന്നു. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഇതെല്ലാം ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. അപ്പം നിലവിലുള്ള മെഡിസിൻസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോമ്പിനേഷൻസ് ഇതിന് ഫലപ്രദമാകുമോ, ഇതിൻ്റെ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയൊക്കെ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നത് ഈ ക്രിയേറ്റീവ് തിങ്കിങ്ങിനുള്ളിലാണ്. അപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ് എപ്പോഴും ഉണ്ട്. ഇനി ഇത് മെഡിക്കൽ രംഗത്ത് നിന്ന് മാറ്റി നമ്മളൊരു ആർട്ടിസ്റ്റിക് ഫീൽഡിലേക്ക് മാറട്ടെ. ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള തിങ്കിങ്ങിലേക്ക് വരുമ്പോൾ അവിടെയും ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. എങ്ങനെ പുതിയതൊന്നുണ്ടാക്കാം, ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ, എന്നാൽ ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഒരു പിക്ചറാണെങ്കിൽ പോലും അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു മൂവി എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഫോട്ടോ, അത് ഡിഫറെൻറ്റ് ആംഗിളിൽ, ഇതുവരെ എടുത്തിട്ടില്ലാത്ത ഒരു ആംഗിളിൽ നമുക്ക് എങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ഓൾ ദീസ് ആർ ദ പാർട്ട് ഓഫ് ദ ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് എല്ലാ രംഗത്തുമുണ്ട്. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് മെഡിക്കൽ സയൻസിലില്ലേ ക്രിയേറ്റിവിറ്റി. ഈവൻ ഒരു പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, നമ്മുടെ ക്രിയേറ്റിവിറ്റി അല്ലേ. നമ്മുടെ കീ ഹോൾ സർജറീസ് നമ്മളുടെ ക്രിയേറ്റിവിറ്റിയാണ്. ഓപ്പൺ ആയിട്ടുള്ള സർജറികൾ ഒഴിവായി കീ ഹോളിലൂടെ വരുവാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ഡെവലപ്മെൻറ്റ്സ് ക്രിയേറ്റീവ് തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിലവിലുള്ളതിനെ നമുക്ക് കമ്പൈൻ ചെയ്യിപ്പിച്ച് പുതിയൊരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നതും ക്രിയേറ്റിവിറ്റിയാണ്. അതോടൊപ്പം തന്നെ പുതിയതൊന്ന് കണ്ടെത്തുന്നത് ക്രിയേറ്റിവിറ്റിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് കൺവേർജൻ്റ് തിങ്കിങ് ആൻഡ് ഡൈവേർജൻ്റ് തിങ്കിങ്. കൺവേർജൻ്റ് തിങ്കിങ്ങിൽ നമ്മൾ വ്യക്തിപരമായിട്ട് ഇൻഡിവിജ്വലി ട്രൈ ഹാർഡ് ടു ഫൈൻഡ് ഔട്ട് എ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ വ്യക്തി മാത്രം മാക്സിമം പോസിബിൾ ഏരിയയിൽ നിന്ന് ഇങ്ങനെ
അവൻ തന്നെ ചിന്തിച്ച് കണ്ടെത്താനായിട്ടുള്ളൊരു പരിശ്രമം. ദാറ്റ് ഈസ് കൺവേർജൻറ്റ് തിങ്കിങ്. ബട്ട് ഡൈവേർജൻറ്റ് തിങ്കിങ് വി യൂസ് അതേഴ്സ് ബ്രെയിൻസ് ടു. നമ്മൾ മറ്റുള്ളവരുടെ ബ്രെയിൻ കൂടി ഉപയോഗിക്കുകയാണ്. മറ്റുള്ളവരെ കൂടി നമ്മളുടെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഭാഗമാക്കി മാറ്റുവാണ്. അവരെ കൂടി ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവരെ കൂടി ഉൾപ്പെടുത്തുവാണ്. സച്ച് ടൈപ്പ് ഓഫ് പ്രോബ്ലം സോൾവിങ്, സച്ച് ടൈപ്പ് ഓഫ് തിങ്കിങ് ഈസ് കോൾഡ് ഡൈവേർജൻറ്റ് തിങ്കിങ്. Brainstorming is a divergent thinking technique. Brainstorming is a technique for developing a solution for a problem from common people, from the participants. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും സാധാരണ ആളുകളിൽ നിന്നുമൊക്കെ പരമാവധി സൊല്യൂഷൻസ് ജനറേറ്റ് ചെയ്തെടുക്കുക. അവരുടെ ബ്രെയിനിൽ അവരുടെ ആശയങ്ങളെ നമ്മൾ ഈ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുക, സോൾവ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉൾക്കൊള്ളിക്കുക. ഓൾ ദീസ് ആർ ദ പാർട്ട് ഓഫ് ദ ഡൈവേർജൻറ്റ് തിങ്കിങ്. നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻസ് വയ്ക്കില്ലേ, ഒരു പ്രോബ്ലം തരുന്നു, ഗ്രൂപ്പ് ഡിസ്കഷൻ വയ്ക്കുന്നു. ഗ്രൂപ്പ് ഡിസ്കഷനിൽ നടക്കുന്ന ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നടക്കുന്നത്. അങ്ങനെ ബ്രെയിൻ സ്റ്റോമിംഗ് ടെക്നിക്കുകളിലൂടെ, ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിന്തകൾ നമുക്ക് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ അതൊരു ചിന്തയാണ്, ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. സച്ച് ടൈപ്പ് ഓഫ് തിങ്കിങ്, സച്ച് ടൈപ്പ് ഓഫ് തോട്ട് ഈസ് കോൾഡ് ഡൈവേർജൻറ്റ് തിങ്കിങ്. The next topic is the elements of thought. It is also called the tools of thought. That means how did we think? Then in other words, how to think. What are the methods using for thinking? ഏതൊക്കെ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്? What are the major methods used to think? There are actually universally there are 3 methods only for thinking. That are the images, mental images. In sometimes we think by using the mental images. Mental images are image wise നമ്മൾ എന്ത് ചെയ്യും? ചിന്തിക്കും. All of our thinking, all of our thoughts are purely image based ആയിരിക്കും. നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ഇമേജ് ബൈ ഇമേജ് ആയിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇമേജ് ബൈ ഇമേജ് ആയിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ഇമേജസ് ആണ്. വി ക്യാൻ വിഷ്വലൈസ് ഈച്ച് ആൻഡ് എവരി മൊമെൻറ്റ്സ്, ഈച്ച് ആൻഡ് എവരി ആസ്പെക്ട്സ് ഓഫ് സച്ച് ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ, സച്ച് ടൈപ്പ് ഓഫ് ഈവൻറ്റ്സ്. ഒരു സംഭവമൊക്കെ ആണ് പറയുന്നത് എങ്കിൽ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് പിക്ചറൈസ് ചെയ്യാൻ പറ്റും, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും കാണാനും സാധിക്കും. ഇമേജസ് ആണ്. ഇവിടെയാണ് നമ്മൾ ഒരിക്കലും സൂചിപ്പിച്ചിരുന്നു, ഇൻ തിങ്കിങ് we can manipulate the images rather than the actual objects. ഒരു ആക്ച്വൽ ഒബ്ജക്റ്റ് വേണ്ട, നമ്മൾ എന്ത് ചെയ്യും? ഇമേജസ് ആണ്. ഈ ഇമേജസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇമേജസിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് നോക്കും. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്, ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണ്, അതുപോലെ അതിനെ അണ്ടർസ്റ്റാൻഡിങ് ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഇമേജസ് ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണല്ലോ നമ്മളുടെ ടീച്ചിങ് എയ്ഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേരിയസ് മെത്തേഡ്സ്, വേരിയസ് മെഷേഴ്സ് യൂസ്ഡ് ഇൻ ടീച്ചിങ്. Teaching aids widely used in teaching because visual effects create something new in the heart of students. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവരുടെ ലേണിംഗ് പ്രോസസ്സിനെ ഈസി ആക്കുന്നതാണ് ഈ ടീച്ചിങ് എയ്ഡുകൾ. അവിടെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാം. ഒരിക്കലും ഒരു വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇമേജ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ആക്ച്വൽ ഒബ്ജക്റ്റിനെ നമ്മൾ കണ്ടാൽ പിന്നെ നമുക്ക് ഇമേജസ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അവിടെയാണ് ടീച്ചിങ് എയ്ഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ടീച്ച് ചെയ്യുന്നത്. ഇവിടെ മെൻ്റൽ ഇമേജസിൻ്റെ പ്രത്യേകത, മെൻ്റൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്താൽ അതിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ ബേസിലാണ് ചിന്ത മുമ്പോട്ട് പോകുന്നത്. നമ്മളുടെ ഡേ ഡ്രീമിങ് ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ അവർ മെൻ്റൽ ഇമേജസ്. നമ്മൾ ഡേ ഡ്രീമിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നത്? ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ ക്ലാസ്സിൻ്റെ ബാക്കിലിരുന്നിട്ട് നമ്മളങ്ങനെ ചിന്തകളിലൂടെ അഭിരമിച്ച് നടക്കുന്നു. ദറ്റ് ഈസ് ദ ഫാൻറ്റസി. ദറ്റ് മേ ബി റൊമാൻറ്റിക് വൺ, അല്ലേ? എന്ത് വേണമെങ്കിലും ആകാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്, അറിയാതെ നമ്മുടെ സുഹൃത്തിനെ പറ്റിയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. ഓൾ ദീസ് ആർ ദ തിങ്കിങ് ബൈ യൂസിങ് ദ വിഷ്വൽ ഇമേജസ് ആയിട്ട് പോകും. അപ്പോൾ പലപ്പോൾ ആളുകൾ നമ്മളുടെ ഈ റൊമാൻസൊക്കെ കാണുമ്പോൾ, മൂവിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രണയമുള്ള ആളുകളെ സംബന്ധിച്ച് അവർ മൂവിയിലൊക്കെ നമ്മൾ ഈ എന്താണ് പറയുന്നത്, പാട്ട് സീനുകളൊക്കെ വരുമ്പോൾ പ്രണയമുള്ള ആളുകൾ ചിലപ്പോൾ അവരെ തന്നെ നായികയും അവരുടെ നായകനോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചേക്കാം.
അവർ തന്നെയായിട്ട് അതിനെ കണ്ടേക്കാം. വിഷ്വൽ ഇമേജസ് മെൻ്റൽ ഇമേജസാണ്, ഇമേജസ് ക്രിയേറ്റ് ചെയ്യും. നമ്മളുടെ ഫാൻറ്റസീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. നമ്മൾ പുറത്തേക്ക് പോകുന്ന നഴ്സിംഗ് പഠിച്ചു ഇതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴും പുറത്ത് പോകുകയും അവിടെ പോയി ജോലി ചെയ്യുകയും നല്ല രീതിയിലുള്ള ഒരു സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള മെൻ്റൽ ഇമേജസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. such a type of thinking is called, such a type of tool is called mental images. That means we are using mental images for thought process. Yes, the next type of tool, that is tool using for thinking, that is concepts. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു കോൺസെപ്റ്റുകളിലൂടെ നമ്മൾ ചിന്തിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് തന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബൈ യൂസിങ് കോൺസെപ്റ്റ്സ് വി ആർ തിങ്കിങ്. കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് കോൺസെപ്റ്റുകളെ പറ്റിയായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്തായിരിക്കും ആ കോൺസെപ്റ്റ്, അതെന്ത് സംഭവം, എന്ത് ഫിനോമിന ആയിരിക്കും. എന്താണ് ഓജോ ബോർഡ് എന്ന് കേട്ടിട്ടുണ്ട്. മരിച്ചവരെ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്, അവർ സംസാരിക്കുമെന്നാണ് പറയുന്നത്. എന്താണെന്ന് അറിയില്ല. ഇനി നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. സംടൈംസ് ഇറ്റ് മേ ക്രിയേറ്റ് സർട്ടൻ ഇമേജസ്. കോൺസെപ്റ്റ്സ് മേ ക്രിയേറ്റ് സർട്ടൻ ഇമേജസ്. നമ്മുടെ മനസ്സിൽ ചില ഇമേജസ് ചിലപ്പോൾ ഈ കോൺസെപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകാം. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കോൺസെപ്റ്റുകളിലൂടെ നമ്മൾ ചിന്തിക്കുന്നു. കോൺസെപ്റ്റുകളിലൂടെ ചിന്തിക്കുമ്പോൾ നമ്മൾ അത് പണ്ട് മാത്സിൽ പഠിച്ചിട്ടുണ്ട്. a+b² = എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊരു കോൺസെപ്റ്റാണ്, ലോജിക്കൽ കോൺസെപ്റ്റാണ്. അവിടെ എന്താ സംഭവം, മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്, ലോജിക്കൽ കോൺസെപ്റ്റാണ്. അവിടെ വ്യക്തമായ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന കോൺസെപ്റ്റുകളുണ്ട്. അതാണ് ലോജിക്കൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയില്ലേ 3 ആംഗിളുകളുണ്ട്. ഓരോ ആംഗിളും 3 ആംഗിളും കൂടി ചേർത്താൽ 180 കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അല്ലേ? നമ്മൾ ട്രയാങ്കിൾ നമ്മൾ പറയും. അതുപോലെ തന്നെ ഓരോ കോണിൻ്റെയും അളവ് എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. 4 കോണുകളുണ്ട്. അങ്ങനെയുള്ളൊരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കോൺസെപ്റ്റ് ക്ലിയറായി, എന്താണ് പറഞ്ഞതെന്ന് ക്ലിയറായി. ഒരു സ്ക്വയറാണ് അല്ലെങ്കിൽ റെക്റ്റാങ്കിളാണ്, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പോവുകയാണ്. അവിടെയുള്ള പ്രത്യേകത എന്താണ്? അവിടെ ക്ലിയർ കട്ടായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ട് ഫോം ചെയ്തിരിക്കുന്നതാണ് സച്ച് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ്സ്. അങ്ങനെ കോൺസെപ്റ്റുകളുണ്ട്. അത് മാത്തമാറ്റിക്കൽ ലെവലിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ അതിനെ നമ്മൾ ലോജിക്കൽ കോൺസെപ്റ്റ്സ് എന്നൊക്കെ പറയും. ഇങ്ങനെ പോവും. കോൺസെപ്റ്റുകൾ എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടാം, ഏത് രീതിയിൽ വേണമെങ്കിലും പോകാം. യൂറോപ്യൻ കൺട്രീസ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ ഈ മെൻ്റൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്യും, ഒപ്പം കുറേ കോൺസെപ്റ്റുകളും രണ്ടും കൂടി ക്രിയേറ്റ് ചെയ്ത് വരാം. ചിന്തകൾ എന്ന് പറയുന്നത് ഇതാണ്. ചിന്തിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയം ഓഫ് തിങ്കിങ് ആണ് വിഷ്വൽ ഇമേജസും, അല്ലെങ്കിൽ വിഷ്വൽ ഇമേജസ് അല്ല, മെൻ്റൽ ഇമേജസും കോൺസെപ്റ്റ്സും മെൻ്റൽ ഇമേജസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കാം. Then the third one is the prepositions. Prepositions means prepositions always help to connect each concept with other one. പ്രിപ്പോസിഷൻസ് ഉപയോഗിച്ചാൽ നമ്മളൊരു കോൺസെപ്റ്റിനെ മറ്റൊരു കോൺസെപ്റ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സിസ്റ്റമാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രിപ്പോസിഷൻസിനെ ബേസ് ചെയ്തിട്ടൊക്കെ പ്രിപ്പോസിഷൻസിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പോസിഷൻസിനെ ബേസ് ചെയ്ത് നമ്മൾ ചിന്തിക്കും. പ്രിപ്പോസിഷൻസിനെ ബേസ് ചെയ്യുന്ന വെച്ചാൽ ഒരാശയം മറ്റൊരു ആശയം, ഇതിനെ രണ്ടിനെയും തമ്മിൽ എങ്ങനെ നമുക്ക് കണക്റ്റ് ചെയ്യാം, രണ്ടും തമ്മിലുള്ള ബന്ധം നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാം, രണ്ട് കോൺസെപ്റ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇല്ലേ? നമ്മളിങ്ങനെ പറയുമ്പോൾ പാർക്ക്, ബീച്ച്, നാഷണൽ ഹൈവേ, ബ്രിഡ്ജ് അല്ലേ, ഗാർഡൻ എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്കിതിനെ വളരെ ഈസി ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും ഈ കോൺസെപ്റ്റുകളെ. അപ്പോൾ ഇങ്ങനെ നമ്മളാണ് ഇറ്റ് ഈസ് ദ കോമൺ ഹ്യൂമൻ ടെൻഡൻസി ടു ലിങ്ക് വൺ കോൺസെപ്റ്റ് വിത്ത് അതർ വൺ. ഒന്നിനെ മറ്റൊന്നുമായിട്ട് ലിങ്ക് ചെയ്യാൻ നമുക്ക് വലിയ എബിലിറ്റി ഉണ്ട്. അത് നമ്മളുടെ ഒരു വലിയ കപ്പാസിറ്റിയാണ്. യെസ്. അപ്പോൾ ഇങ്ങനെ കോൺസെപ്റ്റുകളെ ലിങ്ക് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് പല സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഗോസിപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഗോസിപ്പുകളും സ്റ്റോറീസും എല്ലാം ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് വളരെയധികം സഹായിക്കുന്നത് പ്രിപ്പോസിഷൻസാണ്. അവിടെ നമ്മളില്ലേ ഒരു ചെറുക്കനെയും ഒരു പെണ്ണിനെയും കൂടി ഒരുമിച്ച് നടക്കുന്നത് കണ്ടു. പിന്നെ നമ്മുടെ മനസ്സിൽ കോൺസെപ്റ്റുകൾ നമ്മളുടെ ആശയങ്ങൾക്കനുസരിച്ച് നമ്മൾ ഡെവലപ്പ് ചെയ്യുവാണ് അല്ലേ. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് സംശയം വരും, അവർ ഒരു സീറ്റിലാണോ ഇരുന്നോ, എവിടെ ഇറങ്ങി അല്ലേ. അപ്പോൾ നമ്മൾ പറയുകയാണ്, വെറുതെ നമ്മളൊരു ഉദാഹരണത്തിന് പറയുകയാണ്, രാമനും സീതയും കോളേജിൽ നിന്ന് ഒരുമിച്ച്
ബൈക്കിൽ പോയി അല്ലേ. പിന്നെ നമ്മൾ അവരെ പാർക്കിൽ വെച്ച് കണ്ടു. പിന്നെ അവരെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വെച്ച് കണ്ടു, ഹോട്ടലിൽ വെച്ച് കണ്ടു. പിന്നെ നമ്മൾ അവരെ ഒരു മൂവി ഹൗസിൽ വെച്ച് കണ്ടു. പിന്നെ നമ്മളവരെ ഒരു ബീച്ചിലായിരിക്കും പിന്നെ നമ്മൾ കാണുന്നത്. രാത്രിയായപ്പോൾ ടൗണിൽ രണ്ടുപേരെയും കണ്ടു. ഇത്രയും കോൺസെപ്റ്റുകൾ മതി. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും വളരെ ഭംഗിയായിട്ട്. ഇത്രയും മതി. ടൗൺ, ഹോട്ടൽ, പാർക്ക്, ബീച്ച്, ബൈക്ക് അല്ലേ, അവർ ഒരുമിച്ച് പോകുന്നത് കണ്ടു. ഇതിനെ പിന്നെ ഇത്തരം സ്ഥലങ്ങളിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ രാമനും സീതയും ഒരുമിച്ച് ബൈക്കിന് കോളേജിൽ നിന്ന് പോയി. പിന്നെ നമ്മൾ കോൺസെപ്റ്റുകൾ ഉണ്ടാക്കി വെച്ചാൽ മതി. ഹോട്ടൽ, ബീച്ച്, പാർക്ക്, ടൗൺ പോരെ. ലിങ്ക് ചെയ്തുകൊള്ളേ. എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ ലിങ്ക് ചെയ്യാൻ പറ്റും. അത് പ്രിപ്പോസിഷനാണ്. ലിങ്ക് ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ചില ചിന്തകൾ ഇങ്ങനെയാണ്. ചിന്തകളെ നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കോൺസെപ്റ്റുകളിലൂടെ നമ്മൾ ചിന്തിക്കും. കോൺസെപ്റ്റുകളെ നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മീഡിയമാണ് പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് there are 3 types of tools for thinking. They are mental images, concepts and prepositions. Okay. അപ്പോൾ ഇത്രയാണ് തോട്ട് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിനകത്ത് നിങ്ങളുടെ ടെക്സ്റ്റുമായിട്ട് നോക്കുക. ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യുക, കണക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഡൗട്ട്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. ഓക്കെ താങ്ക് യു.